ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ സമാധാനവും സന്തോഷവും തകർന്ന് നമ്മൾ പൂർണ്ണമായി പരാജയപ്പെട്ടു പോകാറുണ്ടോ? സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും തകിടം മറിയുന്നത് കണ്ട് നമ്മൾ ജീവിതത്തെ തന്നെ ഭയപ്പെടാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, കൊടുങ്കാറ്റുകളെ കണ്ട് ഭയപ്പെടുകയല്ല, ഏതു വലിയ തകർച്ചയ്ക്ക് നടുവിലും തളരാതെ ഒരടിയും പിന്നോട്ട് വയ്ക്കാതെ അജയനായി എങ്ങനെ നിൽക്കാമെന്ന് പഠിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 7:24 വചനം ഇപ്രകാരമാണ്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. യേശുക്രിസ്തു ഗലീലയിൽ ഒരു മലമുകളിൽ വെച്ച് ജനങ്ങളെ പഠിപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ ഗ്രീക്ക് പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപസംഹാരമാണിത്. രണ്ടുപേർ ഒരേപോലെ വീട് പണിയുന്നു, എന്നാൽ ഒരാൾ മണലിന്മേലും മറ്റൊരാൾ പാറമേലും പണിയുന്നു. യേശു ഈ വചനം പറയാൻ കാരണം ജീവിതത്തിൽ കഷ്ടപ്പാടുകളും തകർച്ചകളും ആർക്കും വരാമെന്ന് ബോധ്യപ്പെടുത്താനാണ്. കർത്താവ് പറയുകയാണ്, ബാഹ്യമായ ഭംഗിയിലല്ല കാര്യം. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകൾ അടിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ അടിത്തറ ശക്തമായിരിക്കണം. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, കേൾക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന്. ദൈവവചനം കേൾക്കുന്നത് മാത്രം പോരാ. യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക: എൻ്റെ വചനങ്ങൾ കേട്ട് അവ അനുസരിക്കുന്നവൻ. കേൾക്കുക എന്നത് ആദ്യപടിയാണ്. നല്ല ചിന്തകളും ഉപദേശങ്ങളും വെറുതെ കേട്ടിരുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം മാറില്ല. അനുസരിക്കുകയാണ് യഥാർത്ഥ വിശ്വാസം. എപ്പോൾ നമ്മൾ ആ നല്ല തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവോ അപ്പോഴാണ് നമ്മുടെ അടിത്തറ പാറ പോലെ ഉറപ്പുള്ളതായി മാറുന്നത്. പാറമേൽ പണിയുന്ന ജീവിതം എന്നും സ്ഥിരതയുള്ളതാണ്. പാറ എന്നത് യേശുക്രിസ്തുവിനെയും അവന്റെ വചനത്തെയും സൂചിപ്പിക്കുന്നു. അതായത് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ എല്ലാവർക്കും വരാം, രോഗങ്ങൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, നിരാശകൾ വരാം, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരാം. പക്ഷെ ദൈവവചനത്തിൽ ഉറച്ച ജീവിതം ഒരിക്കലും തളരുകയില്ല. കാരണം അതിൻ്റെ അടിത്തറ ശക്തമാണ്. പരീക്ഷണങ്ങൾ നമ്മുടെ അടിത്തറ വെളിപ്പെടുത്തും. യേശു പറഞ്ഞു, മഴ പെയ്തു, കാറ്റ് വീശി, പ്രളയം വന്നു. രണ്ട് വീടുകൾക്കും ഒരേ കൊടുങ്കാറ്റ് തന്നെയാണ് വീശിയത്. വ്യത്യാസം കൊടുങ്കാറ്റിലായിരുന്നില്ല, അടിത്തറയിലായിരുന്നു. സാഹചര്യങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയില്ല, എന്നാൽ നമ്മുടെ മനസ്സിന്റെ അടിത്തറ എത്രമാത്രം ആഴമുള്ളതാക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പരീക്ഷണങ്ങൾ വരാം. ആ സമയത്ത് നമ്മുടെ വിശ്വാസം എത്ര ഉറച്ചതാണ് എന്ന് വെളിവാക്കപ്പെടും. ദൈവിക മൂല്യങ്ങളും നല്ല ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉറച്ചു നിർത്തുക. കാരണം ഏതു വലിയ കൊടുങ്കാറ്റിന്റെ നടുവിലും നമുക്ക് തകരാത്ത ഒരു സംരക്ഷണവും വലിയൊരു ആത്മവിശ്വാസവും നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന ആ ഉറപ്പുള്ള പാറമേൽ ജീവിതം പണിയുന്ന ഒരു വ്യക്തിയെയും തകർക്കാൻ ഈ ലോകത്തിലെ ഒരു കൊടുങ്കാറ്റിനും സാധിക്കുകയില്ല. താൽക്കാലികമായ തകർച്ചകളെ കണ്ട് നാം ഭയപ്പെടരുത്. ഇന്ന് നമുക്ക് സ്വയം ഒന്ന് ചോദിക്കാം, ഞാൻ ദൈവവചനം കേൾക്കുക മാത്രമാണോ ചെയ്യുന്നത്, അതോ അത് ജീവിതത്തിൽ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്? എൻ്റെ വിശ്വാസത്തിന്റെ അടിത്തറ കർത്താവ് യേശു ക്രിസ്തുവിലാണോ? നമുക്ക് നമ്മുടെ ജീവിതം പാറയായ യേശു ക്രിസ്തുവിന്മേൽ പണിയാം. അപ്പോൾ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വന്നാലും നാം തകരുകയില്ല. കർത്താവ് തൻ്റെ വചനം കേൾക്കാനും അനുസരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും ദൈവകൃപ ദാനമായി നൽകട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.